ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അരിപ്പൊടി, ഗോതമ്പ് പൊടി, റവ, മൈദ, രായിപ്പൊടി ഇതൊന്നും ചേർക്കാണ്ട് മാമ്പഴം വെച്ച് നാടൻ പലഹാരമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഒരു മാമ്പഴം എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴമ്പെടുത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത മാമ്പഴം മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. കുറച്ച് നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നാളികേരക്കൊത്ത് ഫ്രൈ ആയതും പാനിൽ മാറ്റാം. അതേ നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതും ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ ഫ്രൈ ആയതും നെയ്യിൽ മാറ്റാം. 3 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ആയതും പാനിൽ മാറ്റാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് സൂചി ഗോതമ്പ് നല്ലോണം നെയ്യിൽ വറുത്തെടുക്കാം. സൂചി ഗോതമ്പ് നല്ലോണം വറുത്തതിന് ശേഷം അതിലേക്ക് തന്നെ 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കണം. നാളികേരം നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ മാമ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർക്കാം. മാമ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. മിക്സായതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസാവും കേട്ടോ, പഞ്ചസാര ചേർത്ത് തന്നെ. പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സൂചി ഗോതമ്പ് വേവിച്ചെടുക്കാം. സൂചി ഗോതമ്പ് വെന്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കും. ഡ്രൈ ആയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നാളികേരക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി മിക്സ് ജസ്റ്റ് ഒന്ന് തണുത്താൽ മതി. മിക്സ് കുറേശ്ശെ തണുത്തുണ്ട്. ഇനി നമ്മളിത് ആവി കയറ്റി എടുക്കാൻ പോവാണ്. ഈ മിക്സ് ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ആട്ടാ, പക്ഷെ അതിലും ടേസ്റ്റാണ് ആവി കയറ്റി എടുക്കുമ്പോൾ. കുറച്ച് ഇല എടുത്ത് വാട്ടി നെയ്യ് തേച്ച് വെച്ചേക്കണതാണ്. കുറേശ്ശെ മിക്സ് ഇതിൽ വെച്ച് കൊടുക്കാം. എല്ലാം കൂടി സെൻറ്ററിലേക്ക് ആക്കി വെക്കണം. ഇനി നമ്മളിത് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പോവുക. ഇനി ഒരു നൂല് വെച്ച് ഈ ഇല ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഇലയിൽ വെച്ച് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആവി കയറ്റുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ മിക്സും നമുക്ക് ഇതുപോലെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടിയെടുക്കാം. വെള്ളം നല്ലോണം തിളക്കിണ്ട് റെഡിയാക്കി വെച്ചേക്കണം. അപ്പം നമുക്ക് 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പം ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. അപ്പം തണുത്തുണ്ട്, നമുക്ക് ഇലയിൽ നിന്ന് എടുക്കാം. ഈ അപ്പം ശരിക്കും ഇതുപോലെ ആവി കയറ്റി തന്നെ കഴിക്കണം കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും. ഈ മാമ്പഴ സീസണിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.